പ്രിയപ്പെട്ട DCL കൂട്ടുകാരെ, സാർത്ഥക് സിദ്ധാന്ത് നേരുള്ള പോരാട്ടത്തിൻ്റെ പേര്. DCL കുടുംബാംഗങ്ങളെ, അർത്ഥമില്ലാത്ത ചിത്താന്തങ്ങൾക്കായി വീട്ടിലും നാട്ടിലും സമര പരമ്പരകൾ നടത്തുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് മുൻപിൽ, വിദ്യാർത്ഥി സംഘടനകൾക്ക് മുൻപിൽ ഇതാ അർത്ഥമുള്ള സിദ്ധാന്തങ്ങളുടെ പുതുവിപ്ലവത്തിൻ്റെ വിസിൽ മുഴക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രതിഭ, സാർത്ഥക് സിദ്ധാന്ത്. ജാർഖണ്ഡ് സംസ്ഥാനത്തെ റാഞ്ചി നഗരത്തിൽ നിന്നും സ്വന്തം ബ്ലോഗിലൂടെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ ഇളക്കിമറിച്ച ഈ 17-കാരൻ +2 വിദ്യാർത്ഥിയെക്കുറിച്ചാകട്ടെ ഇന്നത്തെ കൊച്ചേട്ടൻ്റെ കത്ത്. അസതോ മാ സത്കമയ എന്ന ആദർശവുമായി 1962 ജൂലൈ 1 ഔദ്യോഗികമായി ആരംഭിച്ച സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ CBSE ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ വിദ്യാദാന സംവിധാനങ്ങളിലൊന്നാണ്. 3000-ലധികം അഫിലിയേറ്റഡ് വിദ്യാലയങ്ങളിലായി 3 കോടിയിലേറെ വിദ്യാലയങ്ങൾ പഠിക്കുന്ന CBSE സിലബസിൽ ഇക്കഴിഞ്ഞ ബോർഡ് എക്സാമിൽ 10ലും 12ലും മാത്രം പരീക്ഷ എഴുതിയത് 42 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഇതിൽ +2 പരീക്ഷ എഴുതിയ 17.8 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ കഥാനായകനായ സാർത്ഥക് സിദ്ധാന്ത്. സാർത്ഥക് എങ്ങനെയാണ് താരമായത് എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? കഴിഞ്ഞ +2 പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ഡിജിറ്റലായി പരിശോധിക്കുവാൻ CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് അഥവാ OSMs എന്ന സംവിധാനമാണ് സ്വീകരിച്ചത്. ഇതിനനുസരിച്ച് മൂല്യനിർണ്ണയം നടത്തി പ്രഖ്യാപിച്ച 2025-26 CBSE +2 പരീക്ഷാ ഫലത്തിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്ന് വ്യാപക ആക്ഷേപവും പ്രതിഷേധവുമാണ് രാജ്യമെമ്പാടും അലയടിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ മാർക്ക് സംബന്ധമായ പരാതികളുമായി മുൻപോട്ട് വന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വിലാപവും വിഷമവുമായി പരിഭവിച്ചപ്പോൾ ഇത്ര അശ്രദ്ധമായും തെറ്റായും വിലയിരുത്തൽ നടത്തിയ കമ്പനി ഏതാണ് എന്നാണ് സാർത്ഥക് സിദ്ധാന്ത് അന്വേഷിച്ചത്. വിവരാവകാശത്തിലൂടെ തൻ്റെ പരീക്ഷാ പേപ്പറുകൾ പരിശോധിച്ച സാർത്ഥക് ഞെട്ടിപ്പോയി. ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി സ്കാൻ ചെയ്ത തൻ്റെ പല പേജുകളും അവ്യക്തമാണ്. എന്നിട്ടും തൻ്റെ പേപ്പറുകൾക്കാരോ തോന്നിയ പോലെ മാർക്കുകൾ ഇട്ടിരിക്കുന്നു. ഈ തിരിച്ചറിവിൽ സ്വന്തം സ്വപ്നങ്ങൾ തകർന്നടിയാൻ സാർത്ഥക് അനുവദിച്ചില്ല. പകരം ഒറ്റയ്ക്ക് പോരാടാൻ അവൻ തീരുമാനിച്ചു. മൂല്യനിർണ്ണയത്തിലെ പിഴവ് അത് ചെയ്ത കമ്പനിയുടെ തെറ്റാണ് എന്ന് തുടർച്ചയായ അന്വേഷണത്തിലൂടെ സാർത്ഥക് തിരിച്ചറിഞ്ഞു. മൂല്യനിർണ്ണയത്തിനായി ടെൻഡർ വ്യവസ്ഥകൾ അപ്പാടെ തെറ്റിച്ച് CBSE തിരഞ്ഞെടുത്തത് മുൻപുണ്ടായിരുന്ന ഗ്ലോബറീന ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരുമാറ്റി കോയംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ വന്ന കമ്പനിയെയാണ് എന്ന് സാർത്ഥക് മനസ്സിലാക്കി. 2011 തെലങ്കാന ഇൻ്റർമീഡിയറ്റ് പരീക്ഷാ ഫല വിവാദത്തിൻ്റെ കാരണമായ കമ്പനിയാണ് ഗ്ലോബറീന. അന്ന് മൂല്യനിർണ്ണയ പിഴവ് മൂലം 23ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യാനിടയാക്കിയ കരിമ്പട്ടികയിലുള്ള കമ്പനിക്ക് ടെൻഡർ വ്യവസ്ഥകൾ മാറ്റിയെഴുതിയ 17.8 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി പന്താടാൻ എറിഞ്ഞുകൊടുത്ത ഉത്തരവാദിത്വപ്പെട്ടവർക്കെതിരെ തൻ്റെ ബ്ലോഗിലൂടെ സാർത്ഥക് അക്രമം അഴിച്ചുവിട്ടു. സാർത്ഥക് സ്വയം പഴിച്ചില്ല, പരാതി പറഞ്ഞ് നിരാശനായില്ല. സ്വന്തം കഴിവിലും അധ്വാന ഫലത്തിലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന അവൻ തൻ്റെ കണ്ടെത്തലുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സ്ഥിരം സമിതിക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ഇന്ന് CBSE ഓഫീസ് ഈ കമ്മിറ്റിയുടെ അന്വേഷണ വലയത്തിലാണ്. പ്രിയ കൂട്ടുകാരെ, ഇതൊരു വിദ്യാർത്ഥി സമരത്തിൻ്റെ ചരിത്രമാണ്. സ്വന്തമായ സിദ്ധാന്തമുള്ള, ബോധ്യങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു വിദ്യാർത്ഥി ഒറ്റയ്ക്ക് നടത്തുന്ന സമരം. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രമെടുക്കൂ. ഓരോ രാഷ്ട്രീയ പാർട്ടിയും കുടിപ്പകയുടെയും ഗൂഢലക്ഷ്യങ്ങളുടെയും ഇരകളായി വിദ്യാലയങ്ങളും കോളേജുകളും നിശ്ചലമാക്കി, പഠിപ്പ് മുടക്കി, തമ്മിൽ തല്ലി, കൊലവിളി നടത്തി, പൊതുമുതൽ നശിപ്പിച്ച്, ഗുരുനിന്ദയുടെ നികൃഷ്ട കർമ്മങ്ങളിലൂടെ ഗുരുത്വം നഷ്ടമാക്കി ഭാവി ആവിയാക്കുന്ന നിഷേധാത്മക വിദ്യാർത്ഥി സമര ചരിത്രങ്ങളെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? വികാരങ്ങൾക്ക് പകരം വിചാരവും വിവേകവും ഉപയോഗിച്ച് അനുഭവങ്ങളെ നേരിടാനും അർത്ഥപൂർണമായി രാജ്യനന്മയ്ക്കായി നേരോടെ പോരാടുവാനും സാർത്ഥക് സിദ്ധാന്ത് എന്ന പ്രതിഭയെ നമുക്ക് ഒരു മാതൃകയാക്കാം. ഇന്ന്
ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. നന്ദി.